ശംശയിക്കട്ടെ. നമ്മളിന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഈ ഭാഗത്തിൻ്റെ 71-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് 56-ാമത്തെ അധ്യായത്തിൽ, 2-ാമത്തെ പുസ്തകത്തിൻ്റെ 56-ാമത്തെ അധ്യായത്തിൽ അവിടെ പ്രതിപാദിക്കുന്ന 3 ശിഷ്യന്മാരെ ഈശോ തിരഞ്ഞെടുക്കുന്ന സാഹചര്യങ്ങളാണ്. നമുക്കറിയാം, ഈശോ ഇതുവരെ ഈ പുസ്തകത്തിൻ്റെ ക്രമം അനുസരിച്ച് 6 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ വിശുദ്ധരായ യോഹന്നാൻ, സഹോദരൻ ജെയിംസ്, പത്രോസ്, അന്ത്രയോസ്, അതുപോലെ ഫിലിപ്പിൻ്റെ സ്നേഹിതനായ നഥാനിയേൽ, ബർത്തലോമ്യ എന്നും വിളിക്കപ്പെടുന്ന ഇവരെ 6 പേരെയാണ് ഇതുവരെ നമ്മൾ കണ്ടത് ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. ഇന്ന് ഈ 56-ാമത്തെ അധ്യായത്തിൽ, അതായത് 71-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കാണുന്നത് ഇതാണ്. 3 ശിഷ്യന്മാരെ ഈശോ തിരഞ്ഞെടുക്കുന്നു അനുയായികളായിട്ട്. അവരുമായി നേരത്തെ തന്നെ പരിചയമുണ്ടെങ്കിലും ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നത് 3 പേരെയും ഒന്നിച്ച് ഒരവസരത്തിലാണ്. അത് ആ ജെറുസലേമിൽ നിന്ന് വരുന്ന ആ നദീതടത്തിൽ, ജോർദാൻ നദീതടം, അവിടെ ഏറ്റവും ശാന്തസുന്ദരമായ ഒരു സ്ഥലം, മരങ്ങളും പക്ഷികളും ജീവനും എല്ലാം. അതിനോട് ഒരുപക്ഷെ വലിയ ദൂരമില്ലാതെ നിൽക്കുന്ന ആ പർവ്വത പ്രദേശം, അത് തിന്മയുടെ ഒരു പ്രതീകം പോലെയാണ്. അപ്പോൾ ഇവിടെ വച്ചാണ് ഈശോ ഈ 3 പേരെ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ സാഹചര്യം ഇതാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. ശമയോനെ ഈശോ കുഷ്ഠരോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ആ ശമയോനെ പുരോഹിതൻ്റെ അടുത്തേക്ക് പോകുവാൻ വേണ്ടി തോമസിനെ ചുമതലപ്പെടുത്തുന്നു. അതുപോലെ തന്നെ യൂദാസ് തദേവൂസ്, ഈശോയുടെ കസിൻ, ഇവർ 3 പേരുമാണ് ഇപ്പോൾ ശിഷ്യഗണത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ജീവിതവും നമുക്ക് ഒരു പരിചിന്തനം ചെയ്യുന്നത് ഉചിതമായിരിക്കും, വളരെ ഹ്രസ്വമായിട്ട്. ഇത് കഴിഞ്ഞ് 3 ശിഷ്യന്മാരെ കൂടെ ഈശോ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവർ 3-ാമത്തെ വാല്യത്തിലും കാണുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇതിൻ്റെ ക്രമം അനുസരിച്ച് വന്നാൽ അവരുടെ ആ വിളിയൊക്കെ ഒത്തിരി താമസിച്ച് വരാം. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ മറ്റ് 3 പേരെ, പിന്നീട് തിരഞ്ഞെടുക്കുന്ന ആ 3 പേരെ കൂടി വലിയ താമസമില്ലാതെ ഇതിൻ്റെ ക്രമം ഒരുപക്ഷെ തെറ്റിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ചും പ്രതിപാദിക്കാൻ നമുക്ക് ശ്രമിക്കാം. അവർ 3 പേര്, ഒന്ന് യൂദാസ് കറിയാത്ത തോമസിൻ്റെ കൂടെ വന്നതാണെങ്കിലും ഈശോ അവനോട് പരിചിന്തനം ചെയ്യാൻ, ആത്മശോധന ചെയ്യുവാൻ, അവൻ ഏത് കാഴ്ചപ്പാടിലാണ് വരുന്നതെന്ന് പറയുവാനൊക്കെ അവനെ പറഞ്ഞു വിടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ആ യൂദാസ് തദേവൂസിൻ്റെ സഹോദരനായ ജെയിംസ്, ഈശോയുടെ കസിനായ ജെയിംസിനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം 12 പേരിലെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കുന്ന വിശുദ്ധ മത്തായിയാണ്, ചുങ്കസ്ഥലത്ത് വെച്ച്. അവരെ 3 പേരെ നമുക്ക് പിന്നീട് കാണാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ഈ തോമസിനെയും യൂദാസ് തദേവൂസിനെയും തീഷ്ണമതിയായ സൈമണെയും, ആ കുഷ്ഠരോഗത്തിൽ നിന്ന് മോചനം നേടിയ സൈമണെയുമാണ്. ഇവിടെ ഇവർ 3 പേരും കൂടെ ആ ജോർദാൻ നദീതടത്തിലേക്ക് നടന്നു വരികയാണ് രാവിലെ. തോമസിനും ആ യൂദാസ് തദേവൂസിനും അതുപോലെ തീഷ്ണമതിക്കും ഇവരൊന്നിച്ച് അവിടെ വെച്ച് കൂടുകയാണ്. ആ തീഷ്ണമതി രോഗശാന്തി നേടിയ ശേഷം ഈശോയെ കാണുവാൻ വേണ്ടി തോമസിൻ്റെ കൂടെ വരികയാണ്. ഈശോയെ അന്വേഷിച്ച് തന്നെ ആ യൂദാസ് തദേവൂസും അവിടെ എത്തുകയാണ്.
ഇവിടെ അവർ ഈശോയെ കാത്തു നിൽക്കുമ്പോൾ അവർ പരസ്പരം സംസാരിക്കുന്നതിൽ നിന്ന് അവരുടെ പശ്ചാത്തലവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂദാസ് തദ്ദേവൂസ് വളരെ ദുഃഖിതനാണ്. കാരണം രണ്ട് ശക്തികൾ യൂദാസ് തദ്ദേവൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു. ഒന്ന് തൻ്റെ കുടുംബം. തൻ്റെ കുടുംബത്തിലെ ആ യോസഫിൻ്റെ സഹോദരനായ അൽഫയൂസ്, അവൻ ഈശോയുടെ ആ രീതികൾ, ആ നടപടികൾ, അതിനെ ഒന്നും സഹകരിക്കുന്നില്ല. അതിനെല്ലാം ഭ്രാന്ത് പിടിച്ച മനോഭാവമായിട്ട്, കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കുന്ന മനോഭാവമായിട്ടെല്ലാം കാണുമ്പോൾ ആ യൂദാസ് തദ്ദേവൂസും ജെയിംസും ഈശോയുടെ കൂടെ തന്നെ. ഈശോയുടെ മനോഭാവം, ഈശോയാണ് രക്ഷകൻ, അവനിൽ കൂടിയേ ഉള്ളൂ. പക്ഷെ അതുപോലെ തന്നെ പിതാവിനെ അനുസരിക്കാതിരിക്കുവാൻ അവർക്ക് പറ്റുന്നില്ല. ഈ രണ്ട് ശക്തികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വടം വലി അവരുടെ ഉള്ളിൽ നടക്കുകയാണ്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് യൂദാസ് തദ്ദേവൂസ് ഇന്ന് ഇപ്പോൾ വരുന്നത്. ആ സമയത്ത് തന്നെയാണ് മറ്റു രണ്ടുപേരെയും അദ്ദേഹം കാണുന്നത്. അവരുടെ സംസാരത്തിൽ നിന്ന് ആ വലിയ ദുഃഖത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവർ മൂന്നുപേരും അവിടെ നദീതടത്തിൽ നിൽക്കുമ്പോൾ ഈശോ ശിഷ്യന്മാരുമായി നടന്നു വരുന്നു. ആ നടന്നു വരുന്ന അവർ മൂന്നുപേരും സംബോധന ചെയ്യുന്നത് മൂന്ന് തരത്തിലാണ്. ആ കുഷ്ഠരോഗത്തിൽ നിന്ന് മോചനം നേടിയ സൈമൺ വിളിച്ചു പറയുന്നത് കർത്താവേ, ആ വലിയ ഭയഭക്തി ബഹുമാനത്തോടെ ആദരവോടെ കർത്താവേ എന്നുള്ള വിളിയാണ്. അതേസമയം തോമസ് വിളിക്കുന്നത് ഗുരു, നീയാണ് ഗുരു, നീ ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവാണ്. അതേസമയം യൂദാസ് തദ്ദേവൂസ് വിളിക്കുന്നത് കുട്ടിക്കാലം മുതൽ തൻ്റെ സുഹൃത്തും സഹോദരനുമായിരുന്ന ഈശോ എന്നുള്ള പേരിൽ. ആ മൂന്ന് വിളികളിൽ അവരുടെ ആ ബന്ധങ്ങളെക്കുറിച്ചും നമുക്ക് ഒരു മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇവരുടെ സംസാരത്തിൽ നിന്ന് തോമസ് രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തോമസ് തൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് രക്ഷകനിലേക്ക് പോകണം, എനിക്ക് എല്ലാ ബന്ധങ്ങളിലും ആ ബന്ധം ഉചിതമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുന്നു, അതിലേക്ക് എനിക്ക് നീങ്ങണം. ആ പിതാവ് അനുഗ്രഹിച്ച് പറഞ്ഞു വിടുകയാണ്. ഇവിടെ യൂദാസ് തദ്ദേവൂസിൻ്റെ അപ്പൻ എതിര് നിൽക്കുന്ന അതിന് നേരെ വിപരീതമായി തോമസിൻ്റെ പിതാവ് അനുഗ്രഹിച്ചു, നീ ഭാഗ്യവാനാണ്, കാരണം നീ രക്ഷയെ നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. നീ കണ്ടെത്തിയ ആ രക്ഷ അനുഭവിച്ച ശേഷം എന്നോടും വന്ന് പറയണം, ഞാനും അവനെ അനുഗമിക്കാം. ഈ മനോഭാവമാണ് തോമസിൻ്റെ പിതാവിന്. അപ്പോൾ അനുഗ്രഹത്തോടെ തോമസ് വരുന്നു. ആ കുടുംബവുമായിട്ടുള്ള സംഘടനത്തിൽ യൂദാസ് തദ്ദേവൂസും വരുന്നു. നിതീഷ്ണനായ ആ സൈമണെക്കുറിച്ച് നമുക്ക് നോക്കിയാൽ അവൻ്റെ ജീവിതം വലിയ ദുഃഖത്തിൻ്റെ, വലിയ പീഡനത്തിൻ്റെ, വലിയ പരീക്ഷണത്തിൻ്റെയൊക്കെ കാലഘട്ടമായിരുന്നു. അവൻ ജനിച്ചു വളർന്നത് ഉന്നതമായ ഒരു കുടുംബത്തിലാണ്. തൻ്റെ പിതാവ് കഠിന ഹൃദയനായിരുന്നു. എല്ലാം നശിപ്പിക്കുന്ന, സ്നേഹം ഒരല്പം പോലും നൽകാത്ത ആ അനുഭവം മാത്രമല്ല, സർപ്പഗാവോ എന്ന ഒരു കുഷ്ഠരോഗത്തിൻ്റെ പോലെ തോന്നിക്കുന്ന പാരമ്പര്യത്തിൽ കൂടി വരുന്ന അപ്പനിൽ നിന്ന് ലഭിച്ച ആ രോഗവും പേറി അവൻ കുഷ്ഠരോഗിയായിട്ട്, തിരസ്കൃതനായിട്ട്, നിസ്സഹായനായിട്ട് ജീവിക്കുന്നിടത്തുനിന്നാണ് ഈശോ അവനെ രക്ഷിക്കുന്നത്. അപ്പോൾ ആ തീഷ്ണനായ സൈമൺ ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ ആദ്യം പറഞ്ഞത്, നീ പുരോഹിതനെ കാണിച്ചിട്ട് വരിക. അങ്ങനെ അവൻ പുരോഹിതനെ കാണിച്ച്
രോഗമുക്തനായി തിരിച്ചു വരുന്ന അവസരത്തിൽ ഈശോ അവനെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ അറിവിനും ആ ചോദ്യോത്തരങ്ങൾ കുറച്ചുകൂടെ വെളിച്ചം വീശും. അവൻ പറയുന്നത് അവൻ്റെ അമ്മയിലെ ആ പിതാവിൻ്റെ ഭാര്യയിലെ കുട്ടികൾ ഉണ്ടാകാത്തത് കൊണ്ട് ഒരടിമ പെണ്ണിലാണ് ഈ തദേവൂസ്, ഈ സൈമൺ, തീഷ്ണനായ സൈമൺ ജനിക്കുന്നത്. അവന് ജനിച്ചപ്പോൾ മുതൽ രോഗവും പീഡനങ്ങളുമെല്ലാം. പക്ഷെ അമ്മ അവനെ കാര്യമായി നോക്കി. അമ്മ മാത്രമായിരുന്നു അവൻ്റെ സ്നേഹത്തിൻ്റെ വിഷയം. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നു, ആ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നു. പക്ഷെ പിതാവിനെ കുറിച്ചുള്ള അനുഭവവും ചിന്തയും അവനെ കൂടുതൽ കഠിന ഹൃദയനാക്കുന്നു. ഇവിടെയാണ് അവൻ ഈശോയോട് പറയുന്നത്, എനിക്ക് ഒരു പിതാവാകാനുള്ള ആനന്ദം കൂടി എൻ്റെ അപ്പൻ എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞു. ആ അപ്പനെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? ഈശോ അതിന് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായും പിതാവിനെ ഉപേക്ഷിക്കുവാൻ, പിതാവിനെ സ്നേഹത്തിൻ്റെ ആ വഴിയിൽ കൂടി നയിക്കുവാൻ, അതിന് സംഘടനം അനുഭവിക്കുന്ന ആ തദേവൂസും, അതുപോലെ മക്കളുണ്ടാകാൻ ആഗ്രഹിക്കുന്ന പക്ഷേ ഇല്ലാത്ത ആ സൈമണും, ഇവരെല്ലാം എൻ്റെ കൂടെ വരികയാണ്. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ആ അത്യുന്നതനായ പിതാവിനെ, അവൻ്റെ പുഞ്ചിരി, സന്തോഷം കണ്ട് ആനന്ദിക്കാനും, അതുപോലെ ലോകത്തിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെയെല്ലാം ഇന്ന് ജീവിക്കുന്നവരും ഇനിയും ജീവിക്കാനുള്ളവരുമായ ധാരാളം മക്കളെയും കണ്ട് ആനന്ദിക്കുവാൻ, അതാണ് എൻ്റെ വിളി. സ്വർഗത്തിൽ പിതാവും ലോകത്തിൽ മക്കളും, അങ്ങനെ ലോകമാകുന്ന ആ കുടുംബത്തിൻ്റെ അംഗങ്ങളും, അതൊക്കെയാണ് ഈശോയുടെ ശിഷ്യത്വത്തിൻ്റെ ആ അടയാളങ്ങളും അതിനു കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെ ബലികളും. ഇതെല്ലാം ഓരോ ശിഷ്യരെയും ഓരോ അനുഭവത്തിൽ കൂടി ഈശോ പഠിപ്പിക്കുകയാണ്. നമുക്കിതിനെക്കുറിച്ചും ധ്യാനിക്കുകയും ഈശോയുടെ ശിഷ്യന്മാരുടെ മനോഭാവം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. ആമേൻ.